കിഴക്കൻ ആഫ്രിക്കയിൽ അസാധാരണമായ ഒരു ഭൗമശാസ്ത്ര പ്രതിഭാസം അരങ്ങേറുകയാണ്. ഭൂമിയുടെ ഉള്ളറകളിൽ ഭൗമഫലങ്ങളുടെ ചലനങ്ങൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ പതുക്കെ രണ്ടായി പിളർത്തിയിരുന്നു. വളരെ സാവധാനത്തിൽ നടക്കുന്ന ഈ വിള്ളൽ പ്രക്രിയ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായാണ് നടന്നിരിക്കുന്നത്. ഇത് അത്യാന്തികമായ ഒരു പുതിയ സമുദ്രത്തിന്റെ പിറവിക്ക് കാരണമായേക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ. തെക്ക് മൊസാംബിക് മുതൽ വടക്ക് ചെങ്കടൽ വരെ നീണ്ടുകിടക്കുന്ന കിഴക്കൻ ആഫ്രിക്ക ഭ്രമണ മേഖല ആഫ്രിക്കൻ സൊമാനിയൻ ഭൗമഫലങ്ങൾക്കിടയിലെ അതിർത്തി അടയാളപ്പെടുത്തുന്ന ഒരു വലിയ വിള്ളൽ ശൃംഖലയാണിത്. ഈ ഫലങ്ങൾ വർഷത്തിൽ ഏകദേശം 0.8 സെന്റിമീറ്റർ എന്ന നിരക്കിൽ പരസ്പരം അകന്നു മാറുകയാണ്. ഇത് ഭൂഖണ്ഡത്തിന്റെ കിഴക്കൻ ഭാഗത്തെ പതുക്കെ ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വലിച്ചു മാറ്റുന്നു. ഈ വേഗത കുറവാണെന്ന് തോന്നുന്നെങ്കിലും ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് പോലുമുള്ള പ്രതിഭാസങ്ങൾക്ക് ഈ പ്രക്രിയയുടെ വേഗത ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ മാറ്റത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിലൊന്ന് എത്യോപ്യയിലെ അഫാർ മേഖലയിൽ കാണാം. 2005 നാടകീയമായ സംഭവങ്ങളിലൂടെ ഭൂമി പെട്ടെന്ന് പിളർന്നു മാറി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 420-ലധികം ഭൂകമ്പങ്ങൾ ഈ പ്രദേശത്തുണ്ടായി. ഇത് 60 കിലോമീറ്റർ നീളത്തിലും 10 മീറ്റർ വരെ ആഴത്തിലുമുള്ള ഒരു വലിയ വിള്ളൽ രൂപപ്പെടാനും കാരണമായി. സാധാരണഗതിയിൽ നൂറ്റാണ്ടുകൾ എടുക്കേണ്ട ഒരു പ്രക്രിയ വെറും ദിവസങ്ങൾക്കുള്ളിലാണ് സംഭവിച്ചതെന്ന് കണ്ട് ഭൗമശാസ്ത്രജ്ഞർ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ്. കിഴക്കൻ ആഫ്രിക്കൻ വിള്ളൽ ലോകത്തിൽ തന്നെ സവിശേഷമായ ഒന്നാണ്. ഒരു ഭൂഖണ്ഡം പിളർന്നുകയും ഒരു പുതിയ സമുദ്രം രൂപപ്പെടുന്നതും തത്സമയം നിരീക്ഷിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയുന്ന ഒരേ ഒരു സ്ഥലം നിലവിൽ ഇതാണ്. ഈ പ്രക്രിയയുടെ ദീർഘകാല ഫലങ്ങൾ വളരെ വലുതായിരിക്കും. വിള്ളൽ വലുതാകുന്നതിനനുസരിച്ച് സൊമാലിയ, ജിംബൂട്ടി, കെനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഹോൺ ഓഫ് ആഫ്രിക്ക ഒടുവിൽ പ്രധാന ഭൂപ്രദേശത്തു നിന്നും വേർപെട്ട് അകന്നു മാറും. ഇതൊരു പുതിയ സമുദ്രതടത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപായി മാറും. ഈ ഭൂമിശാസ്ത്രപരമായ മാറ്റത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ഭാവിയിൽ ഈ പുതിയ ഭൂപ്രദേശത്തിന്റെ തീരപ്രദേശം ചെങ്കടലിനടുത്തുള്ള അഫാൻ മേഖല മുതൽ ടാൻസാനിയൻ അതിർത്തി വരെ നീണ്ടേക്കാം. പുതിയ ഭൂപ്രകൃതിയുടെ അന്തിമ രൂപം പ്രവചിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയുന്നില്ലെങ്കിലും വിള്ളലിന്റെ അടയാളം ഇതിനകം ദൃശ്യമായിട്ടുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്ററുകളായി ആഴത്തിലുള്ള താഴ്വരകളും പരുക്കൻ ഭൂപ്രദേശങ്ങളും ഇത് രൂപപ്പെടുത്തി കഴിഞ്ഞു. വടക്ക് നിന്ന് തെക്കോട്ട് 6000 കിലോമീറ്ററിലധികം നീണ്ടുകിടക്കുന്ന പ്രശസ്തമായ ഗ്രേറ്റ് റിഫ്റ്റ് വാലി ഈ ഭൂശക്തികളെ രൂപപ്പെടാനും ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. ആഫ്രിക്കൻ, സൊമാനിയൻ, അറേബ്യൻ എന്നീ 3 ഭൗമഫലങ്ങൾ കൂട്ടിച്ചേർന്നുണ്ടാകുന്ന സ്ഥലമാണ് ഈ പ്രദേശം. ചില ശാസ്ത്രജ്ഞർ ഈ വേഗത കൂടുന്നു എന്ന സിദ്ധാന്തത്തെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. ഭൗമഫലങ്ങളുടെ ചലനങ്ങൾ എപ്പോഴും ഒരു നേർരേഖയിലായിരുന്നു. തീവ്രമായ പ്രവർത്തനങ്ങളുടെ ചെറിയ കാലയളവിലേക്ക് ശേഷം അവയുടെ വേഗത കുറയുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും 2005 സംഭവങ്ങൾ ഈ മാറ്റത്തെ ഭൗമശാസ്ത്രജ്ഞർ എങ്ങനെ കാണുന്നു എന്നതിൽ ഒരു വഴിത്തിരിവ് തന്നെ ഉണ്ടാകും. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വലിയ വിള്ളൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് ഒരു ഉയർന്ന വെല്ലുവിളിയായി തന്നെ മാറിയിട്ടുണ്ട്. ഭൂമിയിലെ മാറ്റങ്ങൾ സാധാരണയായി സാവധാനത്തിലാണെങ്കിലും അവ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടങ്ങളിലും സംഭവിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞത്.